Question number 24. If the distance of the point P43 alpha beta from the line r bar is equal to 4i plus k plus mu into 2i plus 3k along a line with the direction ratios 3 minus 1 0 is 13 root 10, then alpha square plus beta square is equal to. മക്കളെ ശ്രദ്ധിക്കുക, ദ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ടു എ ലൈൻ അലോങ് എനദർ ലൈൻ അല്ലേ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ പോയിന്റ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 43 ആൽഫ ബീറ്റയാണ്, 43 ആൽഫ ബീറ്റയാണ്. റെഡി അല്ലേ? യെസ്. പിന്നെ നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വെക്റ്റർ ആർ ബാർ ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ് 4i ഓക്കെ പ്ലസ് 0j മൈനസ് കെ, മൈനസ് ആണോ പ്ലസ് ആണോ? യെസ്, മൈനസ് കെ പ്ലസ് മ്യൂ ഇൻറ്റു 2i പ്ലസ് 0j പ്ലസ് 3k. ഓക്കെ അല്ലേ? നമുക്കിവിടെ പി എന്നുള്ള പോയിന്റിൽ നിന്നും ഓക്കെ ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത് അലോങ് ദിസ് ലൈൻ അല്ലേ, ഒരു ലൈൻ മറ്റൊരു ലൈനിലേക്ക് കൂടെ. അപ്പോൾ ആ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്കറിയില്ല, പക്ഷേ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് അറിയാം. 3 - 1 0. അപ്പോൾ 3 - 1 0 റെഡിയാണ് ഡയറക്ഷൻ റേഷ്യോസ് ഈ ലൈനിൻ്റെ. നമ്മുടെ പ്രൊസീജിയർ എന്താ? നമ്മുടെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ മീറ്റിംഗ് പോയിന്റും ഇവർ തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കണം. ആക്ച്വലി നമ്മുടെ എന്ത് പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അല്ലേ, അത് നമുക്ക് ആ ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താക്കണം, ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? യെസ് എക്സ് മൈനസ് 43 divided by 3 is equal to y minus alpha divided by minus 1 which is equal to z minus beta divided by 0. റെഡിയല്ലേ? ഇനി അടുത്തത് നമ്മൾ ഈ ലൈനിൻ്റെ സിമെട്രിക് ഫോം എഴുതി കഴിഞ്ഞാൽ എക്സ് മൈനസ് 4 divided by 2 is equal to y minus 0 divided by 0 is equal to z minus 1 z plus 1 divided by എന്താണ് 3 ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോൾ ആ സിമെട്രിക് ഫോംസ് നമ്മൾ എന്താക്കി എഴുതി അല്ലേ, അത് എഴുതി. ഇനി നമ്മൾ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ് ഈ ബൈ സീറോ വരുന്ന കേസ്? ഈ ബൈ സീറോ വരുന്ന കേസിൽ നമുക്ക് ഉള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പിന്നെ എന്താ പറയുക, ഇവിടെ z മൈനസ് 0 അല്ലേ, സോറി z മൈനസ് ബീറ്റ ഡിവൈഡ് ബൈ 0 വന്നു അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ ദിസ് ലൈൻ ഈസ് വാട്ട് പെർപെൻഡിക്കുലർ ടു z ആക്സിസ് എന്നാണ്. അപ്പോൾ അത് ഈ ലൈനിൻ്റെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ z കോർഡിനേറ്റ് എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും. അപ്പോൾ മീറ്റിംഗ് പോയിന്റിലും z കോർഡിനേറ്റ് എന്തായിരിക്കും? ബീറ്റ ആയിരിക്കും. ഓക്കെ, ഇവിടെ y മൈനസ് 0 ഡിവൈഡ് ബൈ 0 പെർപെൻഡിക്കുലർ ടു y ആക്സിസ് ആണ് അതിന് മീനിങ്. അപ്പോൾ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ മീറ്റിംഗ് പോയിന്റ് എന്താണ്, സോറി y കോർഡിനേറ്റ്, ഈ ലൈനിൻ്റെ y കോർഡിനേറ്റ് ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും പെർപെൻഡിക്കുലർ ടു y ആക്സിസ് എന്ന് പറയുമ്പോൾ അതിന് y കോർഡിനേറ്റ് എന്തായിരിക്കും മക്കളെ? 0 ആയിരിക്കും. ശരിയല്ലേ? മീറ്റിംഗ് പോയിന്റിലും y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡിയല്ലേ? അപ്പോൾ y കോർഡിനേറ്റ് കിട്ടി. ഇനി എക്സ് കോർഡിനേറ്റ് മാത്രമേ കിട്ടണു. നിങ്ങളിങ്ങനെ ആലോചിച്ച് പോലെ 2Dയിൽ ആലോചിക്കും. 2D അല്ലേ, y ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഇതല്ലേ, സോറി ക്ഷമിക്കണം, ഇത് x ആക്സ് ആണ്. y ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, ഇതിന് ഏതൊരു പോയിന്റ് എടുത്താലും y കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും y കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഏതാണ് ആ സെയിം? ഈ 0 ആണ് സെയിം. ഇതേപോലെ തന്നെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും z കോർഡിനേറ്റ് സെയിം ആയിരിക്കും. ഏതാണ് ആ സെയിം? ബീറ്റ ആണ് സെയിം അല്ലേ. കാരണം ഈ ലൈനൊരു പോയിൻ്റാണ് ഈ പറഞ്ഞ 43 ആൽഫ ബീറ്റ എന്നുള്ള സാധനം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് അടുത്തത് എന്താണ്? എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ എന്തില്ല, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ത് ചെയ്യുക, ഈ മീറ്റിങ്ങിൻ്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരുന്നത്, ഈ ലൈൻ ഇതെടുക്കും അല്ല, ഇത് മാത്രം ഞാൻ കൺസിഡർ ചെയ്യണേ. ഓക്കെ, ഇത് മാത്രം കൺസിഡർ ചെയ്യണേ. അപ്പം എക്സ് കോർഡിനേറ്റ് ഇപ്പോൾ കിട്ടിയിട്ടില്ല, ബാക്കി രണ്ടും കിട്ടി. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അതായത് എക്സ് മൈനസ് 43 ഡിവൈഡ് ബൈ 3 ഓക്കെ ഈസ് ഈക്വൽ ടു y മൈനസ് ആൽഫ ഡിവൈഡ് ബൈ -1. നമ്മൾ പറഞ്ഞു എന്താണ്, മീറ്റിംഗ് പോയിന്റ് 0 ആണെന്ന് പറഞ്ഞു അല്ലേ, അതായത് മീറ്റിംഗ് പോയിന്റ് y കോർഡിനേറ്റ് 0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 43 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ ഡിവൈഡ് ബൈ -1. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 43 ഡിവൈഡ് ബൈ 3 ഈസ് ഈക്വൽ ടു ആൽഫ എന്ന് വരും. അപ്പോൾ അതായത് എക്സ് ഇസ് ഈക്വൽ ടു 3 ആൽഫ പ്ലസ് 43 എന്ന് വരും. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 3 ആൽഫ പ്ലസ് 43 എന്ന് വരും. റെഡിയല്ലേ? അപ്പോൾ അതുമായി അപ്പോൾ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ പോയിന്റ് എന്താണ്? യെസ്, 3 ആൽഫ പ്ലസ് 43 എന്നായി അല്ലേ. എന്താണ് അതിൻ്റെ എക്സ് കോർഡിനേറ്റ്?
വൈ കോർഡിനേറ്റ് എന്ത് തന്നെയാണ് മക്കളെ? അത് 0 തന്നെയാണ്. ഇനി സെഡ് കോർഡിനേറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ എന്താണ്? ബീറ്റയാണ്. അതും കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മീറ്റിംഗ് പോയിന്റ് കിട്ടി. ഇനി മീറ്റിംഗ് പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ മീറ്റിംഗ് പോയിന്റ് ഞാൻ എം ആക്കി എടുത്ത് വരിക. ഓക്കെ, ഈ കോർഡിനേറ്റ് എം ആണെന്ന് വരിക. ഇനി വേറെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടോ മീറ്റിംഗ് പോയിന്റ് ഏതാണെന്ന്? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ പോയിന്റ് ഏതാണ്? നമ്മുടെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? യെസ്, പി ആണ്. 43 ആൽഫ ബീറ്റ അല്ലേ? 43 അല്ലേ? പിന്നെ എന്താണ്? യെസ്, ആൽഫ എന്താണ്? ബീറ്റ. അവിടെ ശരിയല്ലേ? 43 ആൽഫ അതേപോലെ എന്താണ് മക്കളെ? ബീറ്റയാണ്. റെഡിയല്ലേ? യെസ്, ഓക്കെ. ഇനി അടുത്തത് നമുക്ക് ഫൈനലി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഓക്കെ, ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഇത് പി അല്ലേ? ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ ഡിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റനിൽ 13√10 എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഇവരുടെ ഡിസ്റ്റൻസ് പറയുമ്പോൾ 3 ആൽഫ മൈനസ് 4 ഇപ്പോൾ 9 ആൽഫ സ്ക്വയർ അല്ലേ? പിന്നെ എന്താണ്? ആൽഫ പ്ലസ് ആൽഫ മൈനസ് 0 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആൽഫ സ്ക്വയർ അല്ലേ? പ്ലസ് എന്താണ് മക്കളെ? യെസ്, ബീറ്റ സ്ക്വയർ. ഓക്കെ അല്ലേ? ഇവരാണ് ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് 13√10 ആണെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, 13ൻ്റെ സ്ക്വയറിൻ്റെ √10ൻ്റെ സ്ക്വയർ അഥവാ 169.0 എന്ന് കിട്ടും. ഇവിടെ ബീറ്റ സ്ക്വയറിലല്ലോ, ബീറ്റ മൈനസ് ബീറ്റ അത് പോയി. റെഡിയല്ലേ? അതായത് 10 ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 കിട്ടി. അങ്ങനെയാണെങ്കിൽ 10 ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1690. അപ്പോൾ ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ? 169 എന്ന് കിട്ടും. റെഡിയല്ലേ? ആൽഫ സ്ക്വയർ ഈസ് ഈക്വൽ ടു 169 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തും കൂടി കിട്ടിയാൽ മതി? ബീറ്റ കൂടി കിട്ടിയാൽ മതി. റെഡിയല്ലേ? ആൽഫ കിട്ടി അല്ല, ആൽഫ സ്ക്വയർ കിട്ടി, എന്താണ്? 169 എന്ന് കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്തും കൂടി കിട്ടിയാൽ മതി മക്കളെ? ബീറ്റ കൂടി കിട്ടിയാൽ മതി. അപ്പോൾ ബീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുക? ആൽഫ സ്ക്വയർ എന്ന് ആൽഫയുടെ വാല്യൂ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു +or-13. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫ ഈസ് ഈക്വൽ ടു ഞാൻ എന്താണ്? +13 ആദ്യം എടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാം അല്ലേ? കാരണം ഇത് മീറ്റിംഗ് പോയിന്റ് അല്ല, ആൽഫ ഈസ് ഈക്വൽ ടു +13 എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മീറ്റിംഗ് പോയിന്റ് എന്താക്കാം? സെറ്റാക്കാം. 3 × +13 +43 എന്ന് പറഞ്ഞാൽ 82, 0, ബീറ്റ എന്ന് വരും അല്ലേ? ഇനി ഈ ചങ്ങാതി എടുത്തിട്ട് ഞാൻ എന്താക്കാം? ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാണ്? ഇട്ട് കൊടുക്കണം. ഓക്കെ, കാരണം മീറ്റിംഗ് പോയിന്റ് ആകുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. ആ ഇക്വേഷനിൽ എല്ലാവരും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എക്സ് പാർട്ടും അതേപോലെ തന്നെ സെഡ് പാർട്ടും എടുക്കുകയാണ്. അഥവാ x-4/2 അല്ല ഈസ് ഈക്വൽ ടു z+1/3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റിലെയും ലാസ്റ്റിലെയും സാധനം മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഞാൻ എക്സിന് എടുത്തു കഴിഞ്ഞാൽ 82 മൈനസ് എന്താണ്? യെസ്, 4 അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, വാട്ട് ഈസ് ദാറ്റ്? 82 - 4 എന്ന് പറഞ്ഞാൽ 82 - 4 എന്ന് പറഞ്ഞാൽ പിന്നെ അല്ല ഇട്ട് കൊടുക്കുക. 82 - 4 എന്ന് പറഞ്ഞാൽ 78. 78/2 ഈസ് ഈക്വൽ ടു b+1/3. ഓക്കെ, നമുക്ക് എന്തായാലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ ഒരു പോസിറ്റീവ് നമ്പറാണ് കിട്ടുക. പക്ഷേ അത് റിജക്റ്റ് ചെയ്തു, കാരണം ബീറ്റ നെഗറ്റീവ് ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യനിൽ പ്രത്യേകം ബീറ്റ <0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത ആൽഫ ഈസ് ഈക്വൽ ടു എന്താണ്? -13 എടുത്ത് നോക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ആൽഫ ഈസ് ഈക്വൽ ടു -13 എടുക്കുവാണ്. അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു -13 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ സംഭവിക്കുക? നമ്മുടെ മീറ്റിംഗ് പോയിന്റ് എന്തുകൂടാ? മീറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 3 × -13 എന്ന് പറഞ്ഞാൽ -39 അല്ലെ? -39 + 43 4 എന്ന് വരും അല്ലെ? 4, 0, ബീറ്റ എന്ന് വരും. റെഡിയല്ലേ? യെസ്, ഓക്കെ, 4, 0, ബീറ്റ എന്ന് വരും മീറ്റിംഗ് പോയിന്റ്. ഓക്കെ അല്ലേ? ഇനി ആ മീറ്റിംഗ് പോയിന്റ് എടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ലൈനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലേ? കംപ്ലീറ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും നമ്മൾ എന്താക്കിയാൽ മതി? കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അവിടെ 4 എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, ഓക്കെ, എന്തായിരുന്നു? x-4/2 ഈസ് ഈക്വൽ ടു z+1/3 അല്ലടാ? യെസ്, x-4/3 ഈസ് ഈക്വൽ ടു x-4/2 അല്ലെ? ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദാറ്റ്? z+1/3 അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ മീറ്റിംഗ് പോയിന്റ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ y ആ സെക്കൻഡ് പാർട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ 4 - 4/2 ഈസ് ഈക്വൽ ടു β+1/3 എന്ന് കിട്ടും. അപ്പോൾ ഇത് 0 അല്ലേ? അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ എന്തായി? സക്സസ് ആയി അല്ലേ? ബീറ്റ നെഗറ്റീവ് കിട്ടുമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഓക്കെ ആയി. ഓടിയല്ലേ? ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ആൽഫ -13 ആണ്, എൻ്റെ സ്ക്വയർ 169 അല്ലേ? ഇതെന്താണ്? 1. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും മക്കളെ? 170 എന്ന് കിട്ടും. ഓക്കെ, റെഡിയാണെന്ന് വിചാരിക്കുന്നു, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്.